നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രഭാതകരിലേക്ക്. പ്രഭാതം എന്ന് പറയുമ്പോ അല്ലേ മീര, ഒരു ഫ്രഷ്നെസ് ഇല്ലേ? രാവിലെ നമ്മൾ നോക്കുമ്പോ ഈ പത്രം കൊണ്ടിടാൻ ഒരു സൗണ്ട്, ബാങ്ക് വിളി നമുക്ക് കേൾക്കും. അമ്പലത്തിലാണെങ്കിൽ സുപ്രഭാതത്തിന്റെ ശബ്ദം കേൾക്കും, പിന്നെ മണിയടിക്കുന്നു. പിന്നെ രാവിലെ കുറെ ആൾക്കാർ അതിനുള്ള തയ്യാറെടുപ്പ്, അവരുടെ തയ്യാറെടുപ്പ്. വീട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ ദിവസം നമ്മളിത് ഫ്രഷ് ആയിരിക്കും. ചില ആൾക്കാരുണ്ട് 8, 8:30, 9 മണി വരെയൊക്കെ കിടന്നുറങ്ങി അതിനുശേഷമൊക്കെ എണീറ്റ് ആ ദിവസം മൊത്തം പോക്കാ. അതേസമയം നമ്മളൊരു 6 മണിക്ക് മുമ്പ് നേരത്തെ എണീറ്റാൽ പ്രഭാതകരിൽ കാണുകയും ചെയ്യാം. ആ ദിവസം അങ്ങനെ അനുഭവിച്ച് തീർക്കാം, കണി കാണാം. അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയൊരു പ്രഭാതകരിയോടുകൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. സ്വാഗതം. മീര, ജീവിതത്തിലെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ട്. ഏതെങ്കിലും ദിവസം ഉണ്ടോ മീരയ്ക്ക്? എനിക്കുണ്ടോ അങ്ങനെ? പേഴ്സണലാണ്, അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഓ, അത് ശരി ശരി. പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളുണ്ടാവും. ഏതാണ് ദിവസങ്ങൾ? അല്ല, എന്റെ അല്ല, ഞാൻ മറ്റുള്ളവരുടെ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. നാൾ വഴികളിൽ ഇന്ന്. പോർച്ചുഗീസ് സമുദ്രാന്തര യാത്രികൻ വാസ്കോ ഡി ഗാമ 1497 ഈ ദിവസമാണ് ആഫ്രിക്കൻ വൻകരയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് താണ്ടിയത്. ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം കണ്ടെത്താനുള്ള യാത്രയിലായിരുന്നു വാസ്കോ ഡി ഗാമ. കുരിശിന്റെയും ബൈബിളിന്റെയും സന്ദേശവും വഹിച്ചുകൊണ്ടുള്ള ഗാമയുടെ പര്യവേഷണ യാത്ര ഏഷ്യൻ ആഫ്രിക്കൻ വൻകരകളിന്മേലുള്ള യൂറോപ്യൻ ആധിപത്യത്തിന്റെ തുടക്കമായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോളനി ഭരണത്തിന്റെ തുടക്കക്കാരിൽ പ്രമുഖനായിരുന്ന റോബർട്ട് ക്ലൈവ് 1774 ഈ ദിവസമാണ് മരിച്ചത്. പ്ലാസി യുദ്ധത്തിന്റെ വിജയത്തോടെ ക്ലൈവ് ബംഗാളിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ബ്രിട്ടൻ വിടേണ്ടി വന്ന ക്ലൈവ് പിൽക്കാലത്ത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ നായകനായി മാറി. ഫ്രഞ്ച് പ്രസിഡന്റും നാസി ഉപരോധകാലത്ത് ഫ്രഞ്ച് റെസിസ്റ്റൻസിന്റെ നായകനുമായിരുന്ന ജനറൽ ഡിഗോളിന്റെ ജന്മദിനമാണിന്ന്. 1890 ഡിഗോൾ ജനിച്ചത്. ആയിരത്തി 1963 ഈ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ടത്. ടെക്സസിലെ ഡല്ലാസ് നഗരത്തിലൂടെ തുറന്ന കാറിൽ സഞ്ചരിക്കവെയാണ് കെന്നഡിക്ക് വെടിയേറ്റത്. ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാളാണ് കെന്നഡിയുടെ ഘാതകൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 ദിവസത്തിനു ശേഷം ഓസ്വാൾഡും വെടിയേറ്റ് മരിച്ചു. 1986 ഈ ദിവസം ലാസ് വേഗസിൽ നടന്ന മത്സര പോരാട്ടത്തിൽ മൈക്ക് ടൈസൺ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബോക്സിംഗ് ചാമ്പ്യൻ ആയി മാറി. എതിരാളിയെ വെറും 2 റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് തന്റെ 20-ാം വയസ്സിൽ ടൈസൺ ചാമ്പ്യനായത്. 1962 ഈ ദിവസമാണ് കേരള ലളിതകല അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂരിൽ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ അക്കാദമിക്ക് ലാറി ബീക്കർ രൂപകൽപ്പന ചെയ്ത കെട്ടിടം പിന്നീടുണ്ടായി. മികച്ച ഗ്രന്ഥശേഖരവും ശാസ്ത്രീയമായി പ്രകാശ സംവിധാനം ചെയ്ത സ്ഥിരം പ്രദർശന ഗാലറിയും അക്കാദമിയിലുണ്ട്. 1993 ഈ ദിവസമാണ് പി എ ബക്കർ നിര്യാതനായത്. മലയാള സിനിമയിൽ രാഷ്ട്രീയ ആവിർഭാവത്തിന്റെയും പുത്തൻ ദൃശ്യഭാവുകതയുടെയും ശൈലി സൃഷ്ടിച്ച ഈ ചലച്ചിത്രകാരൻ ഓളവും തീരവും എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. കബനി നദി ചുവന്നപ്പോൾ, സംഘഗാനം, ചുവന്ന വിത്ത്, മണിമുഴക്കം എന്നിവയാണ് ബക്കറിന്റെ പ്രമുഖ സൃഷ്ടി. സമൂഹത്തിൽ പല മേഖലകളിലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ പല മേഖലകളിലും സ്ത്രീകൾ ഏറ്റവും ഉയർന്ന പൊസിഷൻസ് അലങ്കരിച്ചു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ, അല്ലെ? പണ്ടത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ വിഭാഗം ഏറ്റവും ടോപ്പ് പൊസിഷൻസ് അലങ്കരിക്കുന്ന ഒരു കാലമാണിപ്പോ, കാലമായി വരുന്നു ഇപ്പോ. അതായത് പണ്ട് കാലത്ത് ചില ജോലികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ന് മിക്കവാറും എല്ലാ പോസ്റ്റിലും, അതുപോലെ ഉന്നതമായ ഒരുപാട് പോസ്റ്റും അലങ്കരിക്കുന്നത് സ്ത്രീകളാണ്.
കേരളത്തിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയ ആദ്യത്തെ വനിത ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി ശ്രീമതി ബൃന്ദ സൻ. വെൽക്കം. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നമ്മള് ബന്ധമുള്ള ഇതെന്ന് പറഞ്ഞു സാധാരണക്കാർക്കൊക്കെ. അപ്പൊ ഇവിടെ ഒരു ബീങ് എ ലേഡി, മാഡം എങ്ങനെ ഇത്ര കാലം ഈ പോസ്റ്റിലായിട്ട് 7 വർഷത്തോളം ആവുന്നു. 7 വർഷത്തോളമായി. ശരി ശരി. അപ്പൊ അത് എങ്ങനെ തോന്നുന്നു ഇത്തരം ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റില് ഒരു ബീങ് എ ലേഡി എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു ലേഡി, ഇതുവരെയും ലേഡീസ് വന്നിട്ടില്ല ഇതില്. ഫസ്റ്റ് ലേഡി ഞാനായിരുന്നു. ഇപ്പം രണ്ടാമതൊരു ലേഡി ഇവിടെ വന്നിട്ടുണ്ട്, എറണാകുളത്ത് വർക്ക് ചെയ്യണം. പക്ഷെ ലേഡീസിന് വളരെയധികം കാര്യങ്ങൾ ഈ പോസ്റ്റിൽ ചെയ്യാൻ പറ്റും. അപ്പം പലരും അത് മാറിയിരിക്കുന്നു പറഞ്ഞാൽ ഇതിൽ ഒരുപാട് എന്താ പറയാ, വാഹനം സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ, എല്ലാ വാഹനങ്ങളും ഓടിക്കാനുള്ള അറിവുണ്ടായിരിക്കണം, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ അറിയണം. അപ്പം പലരും വിചാരിക്കുന്നത് ലേഡീസിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചാണ് ആരും ഇതിനോട്ട് അറ്റംപ്റ്റ് ചെയ്യാത്തതും മാറി നിൽക്കുന്നതും. പക്ഷെ അതിനുള്ള ഒരു എന്താ പറയാ മനസ്സുണ്ടെങ്കിൽ എനിവൺ ക്യാൻ ആവാം. ഇപ്പൊ ഈ ലേഡീസിന്റെ കാര്യം പറഞ്ഞു, ലേഡീസ് ഇപ്പം കൈനറ്റി ഹോണ്ട അതുപോലെ 2 വീലർ ഓടിക്കുന്നത് കാണാൻ എന്നുവെച്ചാൽ അവര് തുഴയുകയാണ് ചെയ്യുന്നത്, 2 കാലും ഉപയോഗിക്കും. അത് മാത്രമല്ല, അതിന് സൈഡിൽ കൂടെ പോകുന്ന ആളുകൾ കളിയാക്കുകയും ചെയ്യും. കൂടുതൽ ലേഡീസ് ആണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് തന്നെ കിട്ടിയതിന് ശേഷം വേണ്ടി അവർ റോഡിൽ ഇറങ്ങും. തീർച്ചയായിട്ടും. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയാ, ആക്ച്വലി ഒരു കലയാണ്. നമ്മുടെ ഏതൊരു ഇതുപോലെ തന്നെ അതൊരു ആർട്ടാണ്. പക്ഷെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ആർട്ട് നേരാവണ്ണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയായി. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അപ്പം ഏറ്റവും പ്രാക്ടീസ് എടുത്തതിന് ശേഷം, പക്കാ കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രമേ ഒരു ലൈസൻസ് ടെസ്റ്റിന് അപ്പിയർ ആവുക. നമ്മൾ കോൺഫിഡന്റ് ആവണം. അല്ലാതെ എങ്ങനെയെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും എങ്ങനെയും ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് എങ്ങനെയും വാങ്ങിച്ചിട്ട് പോകാന്നുള്ളത് അത് ഓരോരുത്തരും അവരവരുടെ സ്വന്തമായിട്ടൊന്ന് തീരുമാനിക്കേണ്ടതാണ്. അല്ല മാഡം, ഒരു ഈ പെൺകുട്ടികൾക്ക് ഉള്ളിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈവൻ റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിലും ഈ പെൺകുട്ടികൾ ക്രോസ് ചെയ്യണ കാണണം, ഭയങ്കര ഇതായിട്ട് എന്തൊക്കെയോ സംഭവം ചെയ്യുന്ന പോലെ. ക്രോസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അയ്യോ എന്നൊക്കെ ആക്കിയിട്ട് ഒരു മണിക്കൂർ എടുത്ത് ക്രോസ് ചെയ്യുന്ന. ഞാൻ കൂടുതലും പെൺകുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ തെറ്റില്ല. അത് ചിലപ്പോ ശരിയായിരിക്കും, അപ്പോഴേ വേണം ഞാൻ ചോദിക്കുന്ന ഈ ഡ്രൈവിംഗിലൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലും അപ്പം ഇത് അവർക്കുള്ളതല്ല. ഈ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സഞ്ചരിക്കാനുള്ളതുമാണ്, അല്ലെങ്കിൽ അതേ സ്പേസ് അവർക്കുമാണ് എന്നുള്ള കോൺഫിഡന്റ് ആയിട്ട് അവർ ഡ്രൈവ് ചെയ്യുന്നത്. കോൺഫിഡന്റ് ആണ് ഒരുപാട്. ഇപ്പം ലേഡീസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തുഴയണമെന്നുള്ള ഞാൻ അതിൽ അഗ്രി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വളരെ ചുരുക്കം പേരേ ഉള്ളൂ അങ്ങനെ ജസ്റ്റ് ആ പഠിച്ചിട്ട് ഓഫ്കോഴ്സ് അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വരാൻ ഇച്ചിരി കുറച്ച്, ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് കുറച്ച് സമയം എടുക്കും. പ്രത്യേകിച്ചും ഇപ്പൊ പറഞ്ഞ ഹെവി വെഹിക്കിൾസ് ഒക്കെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവാൻ മതി. പക്ഷെ അങ്ങനെ പേടിയുള്ളവർക്ക് ഡ്രൈവിംഗ് പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സിലല്ല. അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈവൻ ഒരു ചെറിയ മോപ്പഡ് ആണെങ്കിൽ പോലും കൊണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഒരു സേഫ് ഡ്രൈവിംഗ് പ്രാക്ടീസസ് അല്ല ഇന്നുള്ളത്. ഓരോരുത്തർക്കും വളരെ ചുരുക്കം ആൾക്കാർക്ക് എങ്ങനെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് അതിനെക്കുറിച്ചൊരു ബോധമുള്ളൂ. പക്ഷെ എല്ലാവരും, ഈവൻ ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ റോഡ് മൊത്തം എന്താന്നുള്ള ധാരണയിലാണ് പോകുന്നത്. ബാക്കി എല്ലാവരും സെക്കൻഡറിയാണ്. ഞാനാണ് ഇവിടുത്തെ VIP. ഞാൻ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളൂ. അപ്പം മറ്റൊരാൾക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതൊന്ന് കൺസിഡറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പഠിച്ചു വരുന്ന ആളായിരിക്കും, നമ്മൾ അവരോടൊരു കൺസിഡറേഷൻ കാണിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവില്ല. അപ്പൊ നമ്മുടെ മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവേണ്ടതുണ്ട്, നമ്മുടെ കൾച്ചർ മാറേണ്ടതുണ്ട്. മാഡം പൊതുവെ ഭയങ്കര ബോൾഡാണ്, ഡിസിഷൻസിൽ ബോൾഡാണ്, ആരുടെയും ഫേസ് നോക്കാതെ നിയമം നോക്കുന്ന ആളാണ്. ആയതുകൊണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഇങ്ങനെ ഇത്രയും ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിങ് ഫോഴ്സ് മെയിലിൽ നിന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ലെവലിലോ എവിടെയെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂസ് ഓഫ്കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പക്കയാണ്, ഞാൻ കറക്റ്റ് ഒരു ട്രാക്കിൽ കൂടെയാണ് പോകുന്നുള്ളത്. എന്റെ മുമ്പിൽ ഞാൻ ജോലിക്കാണ്, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് സർവീസ് കൊടുക്കുക എന്നുള്ളത്. അത് എന്താണ്, ഓരോ ജോലിക്കും ഓരോ ഡെഫിനേഷൻ ഉണ്ട്. ഡോക്ടേഴ്സിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
പോലീസിന്റേതായിട്ടുള്ള കുറെ ജോബ് പറയുന്നുണ്ട്, ഞങ്ങൾക്കും അതുപോലെ കുറെ ഡിഫൈൻഡ് ജോബ്സ് ഉണ്ട്. അതിന്റെ ഏത് ജോബിന്റെ ആണെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പബ്ലിക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള. പക്ഷേ ഇതില് എല്ലാം ഇപ്പൊ മോട്ടോർ വാഹന നിയമത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ റോഡ് സേഫ്റ്റിയാണ്. ഏത് കാര്യം എടുത്താലും ഏത് ജോബ് എടുത്താലും അത് രജിസ്ട്രേഷൻ ആവട്ടെ, സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് വെഹിക്കിളിന്റെ ക്ഷമത പരിശോധിക്കുന്നതാവട്ടെ, ലൈസൻസിങ് ആവട്ടെ, ഏതാണെങ്കിലും അതിന്റെ അടിവര ബേസ് എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി ഓഫ് എവ്രി വൺ, പബ്ലിക് പ്രോപ്പർട്ടി എല്ലാം അതിൽ വരും. അപ്പോൾ അതിനെ നിർത്തിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത്. പിന്നെ ഒരു ഡിഫൈൻഡ് ലോ ഉണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ലോ ഉണ്ട്, ആക്ട് ഉണ്ട്. ഇതിലെന്ത് പറയണോ അതിനെ നമ്മൾ കറക്റ്റായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അപ്പം മാക്സിമം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അതിൽ നിന്നാണ് ചെയ്യാൻ നോക്കുക. പ്ലസ് ഇതാണ് എന്റെ കാര്യം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ഉദ്ദേശം ഇതാണ്, ഇത് വേണം എന്നിൽ കൂടെ വെളിയിൽ വരാൻ. അപ്പൊ അതില് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയാറുണ്ട്. ഈവൻ എന്റെ കുടുംബക്കാർ പോലും പറയാറുണ്ട്. അപ്പം അത് മേ ബി എന്റെ ഡ്രോബാക്ക് ആണോ അതോ എന്റെ നല്ല ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അത് വിട്ട് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അല്ലാണ്ട് ആ രീതിയിലുണ്ട്. അതേപോലെ തന്നെ കോംപ്ലിമെന്റ്സും കിട്ടാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ത്രെഡ്സ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും എന്റെ കോൺഷ്യസ് ഞാൻ പക്കയാണ്. അതുകൊണ്ട് അതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാം. അവിടെ ഇപ്പൊ കേരളത്തിൽ ശരിക്കും ഒരു 50% സംവരണമുണ്ട് സ്ത്രീകൾക്ക് അല്ലേ? എന്നിട്ട് ഈ മേഖലയിലേക്ക് ആരും സ്ത്രീകൾ അധികം, അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ആ ഒരു നേരത്തെ ഒരു ധാരണയുണ്ട് എന്നെ കൊണ്ട് പറ്റുമോ, ഞങ്ങൾ വന്നാൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഹെവി വെഹിക്കിൾസ് ഓടിച്ചു നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓടിച്ചു നോക്കേണ്ടി വരും. അപ്പം സ്കൂട്ടറെ വല്ല വിധേനൊക്കെ ഓടിക്കണം, ഓടിപ്പോയ കാറ് വരെ, അതിന്റെ അപ്പുറം നമ്മളെ കൊണ്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണോ സ്ത്രീകള്, അതൊരു വേറിട്ട ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കണോ എന്നുള്ള അതില് വരുന്നത്. ധൈര്യം വേണം, ധൈര്യം വേണം. പിന്നെ ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥത, ചെയ്യുന്നത് എപ്പോഴും 100% ഒരു സിൻസിയറിറ്റി, ആ ഒരു ഡിവിഷൻ എന്താ നമ്മളെ ഏൽപ്പിച്ചിരിക്കണം അതിലായിരിക്കണം മുൻതൂക്കം. അല്ലാതെ അതിനെ ഡീവിയേറ്റ് ചെയ്ത് വെള്ളം ചേർത്ത് ബാക്കി കാരണം അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാഡം, അതുപോലെ തന്നെ ഈ ട്രാഫിക് പോലീസും ഈ RTO ഡിപ്പാർട്ട്മെന്റും തമ്മിലൊരു കോറിലേഷൻ ഇല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നതിലും എല്ലാം? അപ്പം ഈ ഒരു നമ്മുടെ ട്രാഫിക് പോലീസ് എന്ന് പറയുമ്പോൾ ചെക്കിംഗ്, നമ്മുടെ ഫൈൻ അടിക്കുന്നതും നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ട്രാഫിക് പോലീസാണോ അതോ RTOയ്ക്കും ഇതിന്റെ ഈക്വൽ റൈറ്റ് ആണോ ഉള്ളത്? ഡിപ്പാർട്ട്മെന്റ് ചെക്കിംഗ്, വെഹിക്കിൾ ചെക്കിംഗ്സ് പോലീസിനും ഉണ്ട്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ നോക്കുക നമ്മളുടെ വാഹനങ്ങളുടെ ടാക്സ് കൃത്യമായിട്ട് അടച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഓടുന്നത്, വാഹനങ്ങളുടെ രേഖകൾ കറക്റ്റാക്കിയാണ് ഓടുന്നത്, ഈ പറഞ്ഞ നല്ല സേഫ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഓടുന്നത്. പിന്നെ ഓവർലോഡ്സ്, വാഹനങ്ങളുടെ ഓവർലോഡ് കയറ്റിക്കൊണ്ടുപോകും. പിന്നെ ഒരുപാട് ഒഫൻസസ് നമ്മളെ ഡിറ്റക്ട് ചെയ്ത് പോലീസിന് അത് മാത്രമല്ല ഒരുപാട് ഇഷ്യൂ, അവർക്ക് നോക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒരു ആഡഡ് ജോബ് കൂടാണ് അവർക്കിത്. പക്ഷെ നമ്മൾ എസ്പെഷ്യലി ഇതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ വന്ന നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഫിലിംസ് യൂസ് ചെയ്തുകൂടാ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ ഒരു സാഹചര്യം ആലോചിച്ചത്? എല്ലാവർക്കും ഒരു സംശയമാണ്. എന്തിനാ സംശയം എന്ന് മാത്രമല്ല, ഒട്ടേറെ ക്രൈം, ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ്, അവിഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള വാഹനങ്ങളിൽ എന്തൊക്കെ നടക്കണമെന്നുള്ള നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. ആസ് എ ചെക്കിംഗ് ഓഫീസർ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള. അപ്പോ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊത്ത് കളിക്കാൻ നിൽക്കുന്നവരാണ്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒരു ബേസ് നമ്മുടെ ക്യാരക്ടർ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബേസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇനി എന്ത് സാഹചര്യത്തിൽ തന്നാലും നോ പ്രോബ്ലം. നമ്മളത് എവിടെ കൊണ്ടിട്ടാലും നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ കൾച്ചർ ഉണ്ടെങ്കിൽ അതിലേ നമ്മൾ നിൽക്കുള്ളൂ. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പോഷേഴ്സ് അവർക്ക് പോലും അറിയാൻ പാടില്ല, അതായത് അറിയേണ്ടാത്ത, അവരുടെ ആ പ്രായത്തിന് അറിയേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ഇന്നിപ്പം കിട്ടുന്നുണ്ട്. ഒരുപാട് നമുക്ക് വേണ്ടെങ്കിൽ ഇപ്പം മൊബൈൽ ഫോൺ എടുത്താൽ തന്നെ അറിയില്ലേ, നമുക്ക് വേണ്ടാത്ത എത്രയോ മെസ്സേജസ് വരുന്നു. നമുക്കറിയാം, നമ്മൾ ഡിലീറ്റ് ചെയ്യും. കുട്ടികൾ അങ്ങനെയല്ല. അപ്പൊ ആ ഒരു കൾച്ചർ അവർ ഉണ്ടായി കഴിഞ്ഞാൽ അവർ വളർന്നു വരുന്നത് എത്ര വലിയ നിലയിലെത്തിയാലും അവരിൽ ബേസ് ക്യാരക്ടർ കിടക്കുന്നത്. അപ്പം ഈ സംഭവങ്ങൾ വന്നതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വന്നതുകൊണ്ടും തട്ടിക്കൊണ്ടുപോവുക, അല്ലെ പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സുപ്രീം കോടതിക്ക് ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നത്.